ഷോർട്ട് സർക്യൂട്ടോ ഒരു ഗ്യാസ് ഒരു വീട്ടമ്മയുടെ അശ്രദ്ധ മതി നശിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ₹1 ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടത്തില്ല. ബിക്കോസ് ഞങ്ങളെല്ലാം ഞാനും ഇൻഷുറൻസ് അടച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫ്ലാറ്റിന് ഇപ്പോഴും മന്ത്ലി നമ്മൾ അടവ് പോകുന്നുണ്ട്. അത് ഞങ്ങൾ എന്തിനാണ് അടയ്ക്കുന്നത്? വേസ്റ്റ് അല്ലേ? ഞങ്ങൾക്ക് ₹1 എനിക്ക് നല്ല ആർക്കും ഇവിടെ കിട്ടത്തില്ല. എൻ്റെ പപ്പ 48 വർഷം പാർട്ടിക്ക് വേണ്ടി മരിച്ചു ജീവിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ പപ്പ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു സഖാവാണ്. ആ സഖാവിൻ്റെ മോളാണ് ഞാൻ. എനിക്കൊരാളെയും ചതിക്കാനോ അല്ലെ കള്ളം പറഞ്ഞിട്ടോ അല്ല ഇതില്ല. പക്ഷെ എൻ്റെ മുന്നിൽ അനീതി കണ്ടിട്ട് പിന്നെ നമുക്ക് കണ്ണടച്ച് പോകാൻ പറ്റില്ല. അധികാരികൾക്ക് പണം കൊടുത്തിട്ടാണോ അതോ സ്വാധീനമാണോ ഉപയോഗിക്കുന്നത് നമുക്കറിയത്തില്ല. ഇതുവരെ ഇവിടെ ഒരു റിസൾട്ട് ഇല്ല. ഞാൻ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ 2 വർഷമായി കയറി ഇറങ്ങാം. ഒരു വീട്ടിലെ ഒരു ACP പറയുന്ന എനിക്കത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് നമ്മളൊക്കെ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പുള്ളിക്കാരൻ പറയുകയാണ് ക്ലബ് ഹൗസ്, സ്വിമ്മിംഗ് പൂള്, പാർക്ക് ഏരിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. കോമൺ ആണ്. 6 വർഷമായി മിനിമം സ്വിമ്മിംഗ് പൂൾ ഉപയോഗിച്ചിട്ട്. അവിടെ കൊതുക് വളർത്ത കേന്ദ്രമാണ്. അതിന് ആർക്കും ഒരു കോർപ്പറേഷൻ ഇവിടെ വന്ന് ഫൈൻ അടിക്കുന്നു ഒന്നുമില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അപ്പാർട്ട്മെൻറ്റിൽ പരിശോധന നടത്തി കെട്ടിടത്തിൻ്റെ ഇരുവശങ്ങളിലും സേനയുടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കുന്നതിന് ആവശ്യമായ വീതി ഉള്ളതായി തെറ്റായ റിപ്പോർട്ട് സമർപ്പിച്ചു. ജോലിയിൽ കൃത്യവിലോപം കാണിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എറണാകുളം ജില്ല ഇൻറ്റേണൽ വിജിലൻസ് ആൻഡ് ഇൻറ്റേണൽ വിങ് അംഗങ്ങളായ ഉചിതമായ വകുപ്പ് തല നടപടി സ്വീകരിക്കും. സവിതയും ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് 2. ഇത് ഏറ്റവും വലിയ എവിഡൻസ് ആണ് വിജിലൻസിന്റെ. ബാക്കി എല്ലാവരും വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ഇല്ലീഗൽ, അതായത് ഇവർ ചെയ്യാതെ മാറ്റിവെച്ച കാര്യങ്ങളെല്ലാം. ഇത് ബന്ധം നിങ്ങളുടെ പ്രശ്നം ഫ്ലാറ്റൊക്കെ കൂടി പൊളിപ്പിക്കുമോ? 10-65 ഫാമിലിയൊക്കെ ഇല്ലേ? 88 ഫാമിലീസ് ഉണ്ട്. 88 ഫാമിലി ഉണ്ട്. ഇവരെയൊക്കെ പൊളിപ്പിച്ച് നിങ്ങൾ അടുത്ത മരടാക്കാനുള്ള ശ്രമത്തിലാണോ? ഒരിക്കലും അല്ല. പിന്നെന്താ പ്രശ്നം? ഇവിടുത്തെ ഒരു ചെറിയൊരു ഇഷ്യൂ ആണ്. പക്ഷെ ഇപ്പൊ അതൊരു വലിയൊരു ഇതിലോട്ട് നിൽക്കുന്ന ഒരു 2 years ആയിട്ടുള്ള ഒരു ഈ സൂചിക്ക് എടുക്കാവുന്നത് തൂമ്പയ്ക്ക് എടുക്കുന്ന സെറ്റപ്പ്. അതെ ഇപ്പൊ ആ ഒരു ലെവലിലോട്ട് എത്തി നിൽക്കുകയാണ്. എന്താണ് അതിന്റെ ഇഷ്യൂ? ഇത് 2 ഫേസ് 1 ഉം 2 കൂടെ ഏകദേശം ഒരു 1000 ആൾക്കാരുണ്ടാവും. ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ ടോട്ടൽ. അപ്പോൾ ഫയർ NOC ഇല്ല. 2013 മറ്റോ 13-14 മറ്റോ ഇവർ എടുത്തതേ ഉള്ളൂ. ജസ്റ്റ് അതിന് ശേഷം റിന്യൂ ചെയ്തിട്ടില്ല. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് അസോസിയേഷനിൽ ഇരിക്കുന്ന ഒരേ വ്യക്തികൾ തന്നെ 8 വർഷമായിട്ട്. ആ വ്യക്തികൾ ഇതുവരെ ഇത് റിന്യൂ ചെയ്തിട്ടില്ല. നിങ്ങൾ തന്നെ ഇവിടെ താമസിക്കുന്നുണ്ട്? ഞാൻ ഒരു ഓണറാണ്. അപ്പോൾ നമ്മുടെ പാർക്കിങ്ങിൽ അനധികൃതമായിട്ട് ആൾക്കാർ കയറി ഇറങ്ങി വന്നപ്പം ഇവിടെ ഒന്ന് പരാതിപ്പെട്ടു. ബിക്കോസ് കാറിൽ നല്ല സ്ക്രാച്ചസും പണിയൊക്കെ തന്നു തുടങ്ങിയപ്പോൾ ഞാൻ പരാതിപ്പെട്ടപ്പോൾ അത് ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷൻ CAയും SHO പറഞ്ഞിട്ട് ഇവരെയും വിളിച്ചു വരുത്തിയിട്ട് അവരൊരു ചങ്ങല ഇടുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടുത്തെ ഭാരവാഹികൾ പറഞ്ഞു, അഭിലാഷ്, ജോജോ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അവർ വന്നിരുന്നിട്ട് പറഞ്ഞു അവരൊരു ചങ്ങല ഇടുന്നുണ്ട് ലിഫ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കോമൺ, അതായത് പൊതുവഴി കൂടെ മാത്രം ആളുകൾ കയറി ഇറങ്ങാനായിട്ട്. അതുവരേക്കും ഞാനും റോസി മാഡം ഞങ്ങളുടെ 2 പേരെ കാറിൻ്റെ ഇടയിൽ കൂടെയാണ് ട്രാവലിംഗ്. ചരട് തൽക്കാലത്തേക്ക് വലിച്ചു കെട്ടിക്കോ ചങ്ങല ഇടുന്നവർ എന്ന് പറഞ്ഞു. ഓക്കെ ഫൈൻ, നമ്മളത് സമ്മതിച്ച് പോന്നു. ഞാനും ചേച്ചിയും അവിടെ വന്നിട്ട് ഒരു കയറ് വലിച്ചു കെട്ടി. പിറ്റേ ദിവസം ലേഡീസ് ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ഒരു മാസ് പെറ്റീഷനൊക്കെ റെഡി ആക്കിയിട്ട് കമ്മീഷണർക്കും കൊടുത്തു. കോടതിയിലും പോയി. കോടതിയിലെത്തി നിൽക്കുകയാണ് റൈറ്റ് നോ. ഇപ്പോൾ അത് കോടതിയിലെ കേസ് വന്നതിനെക്കുറിച്ച് ഞാനിപ്പം നോ മോർ കമൻറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു എക്സ്പെർട്ടി ഓർഡർ ആയിട്ടുണ്ട്. അത് ഇവർ കൊടുത്ത റീസൺ എന്താണെന്നറിയോ? നാച്ചുറൽ ഡിസാസ്റ്റർ ഓർ ഫയറോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ വഴി എന്തെങ്കിലും സംഭവിച്ചാൽ ഈ 88 ഫാമിലിയുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുമാണ് കോടതിയിൽ പറഞ്ഞത്. ഇവർ പറഞ്ഞത് അസോസിയേഷൻ പോയിട്ട് അവർ കേസ് കൊടുത്ത് അവർ പറഞ്ഞത് ഇത് അവർ പറഞ്ഞിട്ട് ആ വള്ളി കെട്ടിയ തൽക്കാലത്തേക്ക് പറഞ്ഞിട്ട് അവിടെ ഒരു ചതി വന്നു. ഇവർ പറഞ്ഞിട്ട് ചെയ്തത്, എന്നിട്ട് ഇവർ തന്നെ പോയി കേസും കൊടുത്തു. അവർക്ക് ഒരു എക്സ്പെർട്ടി ഓർഡർ ആയിട്ട് ഏകദേശം നിൽക്കുകയാണ്. ഇവര് കഴിഞ്ഞ ആഴ്ച അവിടെ ബോർഡും വെച്ചിരുന്നു 1.5 ലക്ഷം രൂപേൻ്റെ മുകളിൽ ഞാൻ അവർക്ക് ചിലവായ തുകയും വക്കീൽ ഫീസ് അടക്കം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നോട്ടീസ്, ഇവർക്ക് കേസ് ഇവർ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് അവിടെ നോട്ടീസ് ബോർഡിൽ ഇട്ടേക്കാണ്. അപ്പോൾ അത് ഞാൻ ഒന്നും ചോദ്യം ചെയ്തില്ല. കോടതിൻ്റെ ഭാഗമാണല്ലോ, ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ പറഞ്ഞ കോടതിയിൽ അന്ന് ഇവർ പ്രസന്റ് ചെയ്ത ഈ പോയിന്റ് എന്നെ ശരിക്കും എന്താ പറയുക ഒന്ന് ഇത് ചിന്തിച്ചു കാര്യം. അപ്പോൾ ഇവിടെയുള്ള താമസിക്കുന്ന ഓണേഴ്സും ടെനൻസും അടക്കം, ബിക്കോസ് അവർ പറഞ്ഞു തനിക്ക് ആ ഒരു ത്രെഡ് കിട്ടിയപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു എങ്കിൽ ഇവിടെ കെട്ടിട നിർമ്മാണ ചട്ട ലംഘനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. മീൻസ് ഇവിടെ ഇപ്പം ഈ ഒരു ഷീറ്റ് ഉണ്ടോ ഈ നിവർന്ന് കിടക്കുന്നത്, ഈ പാർക്കിംഗ് 8 കാർ പാർക്കിംഗ് ഉണ്ട്. ആ 8 കാർ പാർക്കിംഗ് പൊളിക്കാൻ 2 വർഷമായിട്ട് ഉത്തരവില്ലതാണ്. എന്തുകൊണ്ട് ഇതുവരെ അത് പൊളിച്ച് നീക്കം ചെയ്തിട്ടില്ല?
കോർപ്പറേഷനിൽ പരാതി കൊടുത്തു, ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തു, അതുപോലെ തന്നെ പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തു. അപ്പം ഈ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തപ്പോൾ ഇവർ ആദ്യം ഇവർ വന്നതിന് ശേഷം അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഞാൻ കൊടുത്ത പരാതി ആകുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് വേണമല്ലോ അതൊന്ന് ചെയ്യാനായിട്ട്. നമ്മൾ ഇവിടെ വരുമ്പോൾ അവർ നമ്മളെ കൂടെ വിളിക്കണം, ബിക്കോസ് ഞാനാണ് കംപ്ലയിൻറ്റ് കൊടുത്തത്. എന്നെ അറിയിക്കാതെ വന്നിട്ട് ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല എന്നും പറഞ്ഞിട്ട് ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്തു ഈ സാധനം. ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റ് ക്ലോസ് ചെയ്തു. ബിക്കോസ് ഇവിടെ ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇവിടെ 4 ലിഫ്റ്റ് ഉണ്ട്. 4 ലിഫ്റ്റിൽ 2 ലിഫ്റ്റിന് ലൈസൻസ് ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞതിന്റെ പേപ്പറൊക്കെ ഉണ്ടോ? കാണിച്ചു തരാമോ? ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ലൈസൻസ് ഇല്ലാണ്ട് പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അവർ എൻ്റെ കംപ്ലൈൻറ്റ് പ്രകാരം. പ്ലസ് അവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു, മെയിൻ ഡോർ ബയോമെട്രിക് ഡോറാണ്. അപ്പോൾ ഇവർ പറഞ്ഞ ഈ ഒരു തീപിടുത്തോ നാച്ചുറൽ ഡിസാസ്റ്ററോ വന്നാൽ ഈ ഡോറ് സ്റ്റക്കായിട്ട്, അതായത് അതും ചട്ടലംഘനമായിട്ടാണ് വെച്ചിരുന്നത്. നമുക്ക് ആൾക്കാർക്ക് ഇറങ്ങി ഓടാൻ പറ്റത്തില്ല. അപ്പോൾ അതും പ്രശ്നമാണ്. ഇവിടെ വന്ന് ഫയർ വേ ഇല്ല, ഫയർ വേ ഇവിടെ കാണിക്കുന്നില്ല, ഫയർ വേ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നെ അവിടേക്ക് നമുക്ക് ഇറങ്ങി ഓടാനുള്ള ഒരു ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഒരു വഴി അസോസിയേഷൻ ഭാരവാഹികൾ ജനറേറ്റർ എടുത്ത് നടുക്ക് വെച്ചിട്ട്, ആ ബിൽഡിങ്ങിന്റെ ഒത്ത നടുക്ക് ജനറേറ്റർ ആയിരിക്കുന്നത്, അതൊരു ബോംബിന് തുല്യമാണ്. അത് പൊട്ടിത്തെറിച്ച് ആ ബിൽഡിംഗ് പോവും, ഈ ബിൽഡിംഗ് പോവും, ഈ അടുത്ത് കാണുന്ന ഈ നെയ്ബേഴ്സ് എല്ലാം പോവും. പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തു. പാർവതി മാഡം അവിടെ പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന് അവർ പറഞ്ഞപ്പോൾ അത് ഒരു ഇതാണ്, ഈ ജനറേറ്റർ വെച്ചതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് വന്നിട്ട് എൻ്റെ ഫ്ലാറ്റ് അപ്പുറത്തെ സൈഡാണ്, പറ്റില്ല. അപ്പോൾ എൻ്റെ ഫ്ലാറ്റിൻ്റെ റൂഫിൻ്റെ അവിടെ കൊണ്ട് നിൽക്കുകയാണ് ഇതിൻ്റെ എക്സോസ്റ്റ് പൈപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് സ്മെല്ല്? അതെ, പുകയായിട്ടല്ല, നമുക്ക് സ്മെല്ലുണ്ട്. കാരണം ഉയരം കെട്ടിടത്തിന്റെ മുകളിലേക്ക് നൽകിയിട്ടില്ലാത്തതായി കാണുന്നു. ആയതിനാൽ പരാതി പരിഹരിക്കുന്നതിനായി സെറ്റ് പോക്കുകളുടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് 2 മീറ്റർ ഉയർത്തി നൽകേണ്ടതാണ് എന്ന് നിർദ്ദേശിക്കുന്നു. പരിശോധനയിൽ ഫ്ലാറ്റിന് ബോർഡിന്റെ അനുമതി പുതുക്കിയിട്ടില്ല എന്ന് കാണുന്നു. അതിനുള്ള വിശദീകരണവും ബോർഡിന്റെ നിർദ്ദേശം പാലിക്കാൻ സ്വീകരിച്ച നടപടി 7 ദിവസത്തിനകം ഈ കാര്യത്തിൽ സമർപ്പിക്കേണ്ടതാണ്. ആരും ഒന്നാലും ചോദിക്കുമ്പോൾ പറയുന്നതാണ്, ഞങ്ങൾക്ക് ഫയർ NOC ഉണ്ട്, ഞങ്ങൾക്ക് പൊല്യൂഷൻ NOC ഉണ്ട്. ഇതൊന്നും ഇല്ല. 2013 14 ഇല്ലതേ ഉള്ളൂ, പിന്നെ ഇങ്ങോട്ട് എടുത്തിട്ടില്ല. ഇതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇവിടെ ഒരു തീപിടുത്തോ ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ വട്ടവർ, ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ടോ ഒരു ഗ്യാസ് ഒരു വീട്ടമ്മയുടെ അശ്രദ്ധ മതി നശിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ 1 രൂപ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടത്തില്ല. ബിക്കോസ് ഞങ്ങളെല്ലാം, ഞാനും ഇൻഷുറൻസ് അടച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫ്ലാറ്റിന് ഇപ്പോഴും. മന്ത്ലി നമ്മൾ അടവ് പോകുന്നുണ്ട്. അത് ഞങ്ങൾ എന്തിനാണ് അടയ്ക്കുന്നത്? വേസ്റ്റ് അല്ലേ? ഞങ്ങൾക്ക് 1 രൂപ എനിക്കെന്നല്ല ആർക്കും ഇവിടെ കിട്ടത്തില്ല. ഒരു തീപിടുത്തം വന്നാൽ ആദ്യം അവർക്ക് പ്രസന്റ് ചെയ്യേണ്ടത് ഫയർ NOC ആണ്. ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. ഇതാണ് ഫയറിന്റെ പേപ്പർ. അപ്പോൾ ആ കാര്യങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാനിവിടെ അസോസിയേഷനിലും ഇവിടെ ബാക്കിയുള്ള ഓണേഴ്സിനെയും ബോധ്യപ്പെടുത്തി. പക്ഷെ അവരെ ഈ അസോസിയേഷൻ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ബാക്കിയുള്ള ഓണേഴ്സ്. അഗ്നിരക്ഷാ നിലയം ഗാന്ധിനഗർ അങ്ങയുടെ 29/2000 കത്തിനകത്ത് ശ്രീമതി കൊച്ചി കോർപ്പറേഷൻ പരിശോധന റിപ്പോർട്ട്. കൊച്ചി കോർപ്പറേഷൻ പൂണിത്തറ വില്ലേജിൽ സർവേ നമ്പർ 212 നിലകളിലായി കൂടിയ 36.60 മീറ്റർ ഉയരമുള്ളതും അഗ്നിരക്ഷാ വകുപ്പിൻ്റെ ഫൈനൽ NOC ഡേറ്റഡ് ലഭിച്ചതുമായ കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പടിഞ്ഞാറ് ഭാഗത്തായി 2 ബ്ലോക്കുകളിലും ഇടയിലായി പൊതുവഴിയിൽ അത്യന്തം അപകടകരമാം വിധം ഇലക്ട്രിക് ജനറേറ്റർ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു എന്ന പരാതിയിന്മേൽ വിശദമായ പരിശോധന നടത്തിയതിൽ ജനറേറ്റർ സ്ഥാപിച്ചിരിക്കുന്ന ഭാഗം കെട്ടിടത്തിൻ്റെ ഫയർ പ്ലാനിൽ പ്രവേശന പാതയായി പരാമർശിച്ചിട്ടില്ലാത്തതും അപകട സാഹചര്യങ്ങൾ കെട്ടിട നിവാസികൾക്ക് സുരക്ഷിതമായി നിലനിൽക്കുന്നതിനുള്ള അസംബ്ലി പോയിന്റ് കെട്ടിടത്തിന് കിഴക്ക് ഭാഗത്ത് സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതായും അസംബ്ലി പോയിന്റിലേക്ക് എത്തുന്നതിന് ഇലക്ട്രിക് ജനറേറ്റർ തടസ്സമല്ല എന്നും ബോധ്യപ്പെട്ടു. ജനറേറ്ററിൽ നിന്നുള്ള എക്സ്ക്ലോസ് പൈപ്പിൻ്റെ ചിമ്മിണി 11ാം നിലയുടെ റൂഫ് വരെ മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ എന്നും വിഷപ്പുക ശ്വസിച്ച് ശ്വാസകോശ രോഗം പിടിപെട്ടിരിക്കുന്നു എന്നും പരാമർശിക്കുന്നു. പരിശോധനയിൽ ചിമ്മിണി സ്ഥാപിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി യോടെയാണെന്ന് ബോധ്യപ്പെട്ട പരാതി അഗ്നിസുരക്ഷാ വകുപ്പിൻ്റെ പരിധിയിൽ വരുന്നതല്ല. പരാതി ഖണ്ഡികയിൽ പരാമർശിക്കുന്ന ബയോമെട്രിക് സംവിധാനം അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ സൂചന 3-4 പ്രകാരം അറിയിച്ചിട്ടുള്ളതാണ്. നാളിതുവരെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച് 3 ആഴ്ചകൾ അപാധകൾ പരിഹരിക്കാമെന്ന് അസോസിയേഷൻ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. പരാതി ഖണ്ഡികയിൽ 2 പരാമർശിക്കുന്ന പ്രകാരം കെട്ടിടത്തിലേക്ക് അഗ്നിശമന വാഹനങ്ങൾക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായ രീതിയിൽ കാർ ഷെഡ് സ്ഥാപിച്ചിരിക്കുന്നു. അതാണോ അത്? ഇതാണ്. ഇത് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശം സൂചന 3-4 പ്രകാരം അസോസിയേഷൻ സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ളതാകുന്നു. നാളിതുവരെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. ഫയർ ആൻഡ് റെസ്ക്യൂ വാഹനങ്ങൾക്ക് കെട്ടിടത്തിന് സമീപം പ്രവേശിക്കുന്നതിനുള്ള സൗകര്യം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
പരാതിയിൽ ഗണ്ണിക 2-ൽ പരാമർശിക്കുന്ന പ്രകാരം കെട്ടിടത്തിൻ്റെ ആകെ 2 ലിഫ്റ്റുകൾ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുകയാണ് എന്ന് ബോധ്യപ്പെട്ടു. ലൈസൻസ് നേടുന്നതിനായി 2/8/2000 അസോസിയേഷൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ലൈസൻസ് ലഭ്യമാക്കുന്നതിന് 3 മാസത്തെ കാലതാമസം ഉണ്ടാകുമെന്ന് അസോസിയേഷൻ സെക്രട്ടറി അറിയിച്ചു. സുരക്ഷാ പരിശോധന നടത്താതെ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. 23/7/2020 ഗാന്ധിനഗർ നിലയത്തിലെ കെട്ടിട പരിശോധനാ റിപ്പോർട്ട് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറിക്കും പകർപ്പ് കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറിക്കും ജില്ലാ ഫയർ ഓഫീസർക്ക് നൽകിയിട്ടുള്ളതാണ്. ജില്ലാ ഫയർ ഓഫീസറുടെ 27/5/2023 തീയതിയിലെ കത്ത് പ്രകാരം ഗാന്ധിനഗർ സ്റ്റേഷൻ ഓഫീസർ സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. തുടർന്ന് ദുരന്ത നിവാരണ നിയമപ്രകാരം മേൽ നടപടികൾ സ്വീകരിക്കുന്നതിന് ജില്ലാ ഫയർ ഓഫീസർ 5/6/2023 ജില്ലാ കളക്ടർക്ക് കത്ത് സമർപ്പിച്ചിട്ടുള്ളതാകുന്നു. അപകടങ്ങൾ ഉള്ളതിനാൽ അഗ്നിരക്ഷാ വകുപ്പിൻ്റെ നിരാപേക്ഷ സാക്ഷ്യപത്രം നിലവിൽ പുതുക്കി നൽകിയിട്ടില്ലാത്തതാകുന്നു. ആയതിനാൽ പരാതിയിൽ ഗണ്ണിക 2-ൽ പരാമർശിക്കുന്ന പ്രകാരം അധികാരികളുടെ ഭാഗത്തു നിന്ന് നാളിതുവരെ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന ആരോപണത്തിന് യാതൊരു സാധ്യതയും ഇല്ല എന്ന് ബോധിപ്പിച്ചുകൊള്ളുന്നു. പരിശോധനാ റിപ്പോർട്ട് മേൽ നടപടികൾക്കായി സമർപ്പിച്ചുകൊള്ളുന്നു. ഈ അസോസിയേഷൻ എല്ലായിടത്തും കാണിക്കുന്ന റിപ്പോർട്ട് ഇതാണ്. പക്ഷേ ഈ റിപ്പോർട്ടിൽ തെറ്റുണ്ട്. അവർ റോങ് ആയിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്ത് കിട്ടേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ കാർ പാർക്കിംഗ് പൊളിച്ച് നീക്കം ചെയ്യണം. അത് വിജിലൻസും ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. വിജിലൻസിന്റെ റിപ്പോർട്ടുണ്ട്. വിജിലൻസിന്റെ റിപ്പോർട്ടുണ്ട്. അത് കൂടാതെ കളക്ടർ റിപ്പോർട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഇവരെ ഇങ്ങോട്ട് ഇത് മാറ്റാൻ കോർപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ പരാതിയും എന്നെ കൂടാതെ ഡോക്ടർ സുരേഷ് മേനോൻ, അദ്ദേഹം കാനഡയിലാണ്, അദ്ദേഹവും ഒരു ഓണറാണ്. അതുകൂടാതെ അനില മേനോൻ, അവരും ഓണറാണ്. മാഡം ഇവർ രണ്ടുപേരും എന്നെ കൂടാതെ 2 ഓണേഴ്സും കൂടെ സെയിം പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ നമുക്ക് യാതൊരു റിസൾട്ടും ഇതിനെ തുടർന്ന് നമുക്ക് കിട്ടിയിട്ടില്ല. ഇവർ ആരെ ഇതിനിടയിൽ നിൽക്കുന്നത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഇപ്പോൾ ആ ജനറേറ്റർ പൊതുവഴിയിൽ വെച്ചിരിക്കുന്നതാണ്. അത് വന്നിട്ട് നെബിൽ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് എടുത്തിരിക്കുന്ന റിപ്പോർട്ടാണിത്. ഡിവിഷൻ തമ്മനം റൂബി ലൈനിൽ BCG ഗോൾഡൻ ഓർക്കിഡ് ഫേസിൻ്റെ ഫ്ലാറ്റിൻ്റെ താഴ്ച നില മധ്യഭാഗത്തു നിന്നും ഇടത്തോട്ട് തിരിയുന്ന കോമൺ വാക്ക്വേയിൽ 2 കാർ പാർക്കിംഗ് സ്പേസിന് നടുവിലായി ജനറേറ്റർ സ്ഥാപിച്ചിട്ടുള്ളതാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും 21/5/2000 KICB അനുമതി നൽകിയ സ്ഥലത്തു നിന്നും 10/3/2017 അസോസിയേഷൻ ഭാരവാഹികൾ ജനറേറ്റർ മാറ്റി സ്ഥാപിച്ചിട്ടുള്ളതായും സൂചന 1 പ്രകാരം ഈ കാര്യാലയത്തിൽ പരാതി ലഭിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല പ്രസ്തുത ജനറേറ്ററിൻ്റെ പുകക്കൂടൽ എക്സ്റ്റെൻഡ് ചെയ്ത് 14 നിലകളുടെ ഫ്ലാറ്റിൻ്റെ 11 നിലയുടെ റൂഫ് ലെവലിൽ എത്തിച്ചു നിർത്തിയിട്ടുള്ളതാണെന്നും ആയതിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് പോലുള്ള വാതകങ്ങൾ പുറത്തേക്ക് വരുന്നത് മൂലം നിലയിൽ താമസിക്കുന്ന പരാതിക്കാരിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും ജനറേറ്ററിനോട് ചേർന്ന് വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചിരിക്കുന്നത് ആളപായത്തിന് സാധ്യത ഒരുക്കുന്നുവെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ഇത് കണ്ടോ സൂചന. പരാതിയിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറുടെ സ്ഥലപരിശോധന നടത്തിയതിൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതായി സൂചന പ്രകാരം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. മേൽ സാഹചര്യത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്തെങ്കിലും അത് അസോസിയേഷനോട് പറഞ്ഞേക്കുന്നതാണ്. എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ ബോധിപ്പിക്കാൻ. അപ്പോൾ ഇവര് ഞാൻ പറഞ്ഞില്ലേ ഈ ബിൽഡിങ്ങിന് ഒത്ത നടക്കുക ജനറേറ്റർ വെച്ചിരിക്കുന്നത് പൊതുവഴിയിൽ ഒത്ത നടക്കുക. അതൊരു ബോംബിന് തുല്യമാണ്. അപ്പോൾ ഈ പറയുന്ന ഈ ബിൽഡിംഗ് എല്ലാം തകർന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം പൊട്ടുകയോ അല്ലെ അതിനോട് തൊട്ട് ചേർന്ന് അവർ സെക്യൂരിറ്റി ക്യാബിനോടെ വെച്ചേക്കുന്നു. ഒരു വഴിയെ ഒരു പോർഷനെ അടച്ചു വെച്ചേക്കാം. അപ്പം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ ഇപ്പം നാളെ ഒരു ബ്ലാസ്റ്റ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സ്പാർക്ക് സംഭവിച്ചാലും എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഇത് എന്തുകൊണ്ട് ആരും അധികാരികളോ അല്ല അസോസിയേഷനോ മനസ്സിലാക്കുന്നില്ല. ഞാൻ ഒരാൾ നിന്നിട്ട് ഫൈറ്റ് ചെയ്യാണ്. 2 ഓണേഴ്സ് ഉണ്ട്, ഡോക്ടർ സുരേഷ് മേനോനും എല്ലാ മേനോനും ഉണ്ട്. അവർ രണ്ടുപേരും അവരെ പറ്റുന്ന പോലെ അവർ അബ്രോഡാണ്, കാനഡ ഇരുന്നിട്ട് അവർ പറ്റുന്ന അവരും പരാതി കൊടുത്തു. ഉണ്ട്. അത് CM-ന് ഡയറക്റ്റ് കൊടുക്കുന്നുണ്ട്. അധികാരികൾക്ക് പണം കൊടുത്തിട്ടാണോ അതോ സ്വാധീനമാണോ ഉപയോഗിക്കുന്നത് നമുക്കറിയത്തില്ല. ഇതുവരെ ഇവിടെ ഒരു റിസൾട്ട് ഇല്ല. ഞാൻ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ 2 വർഷമായി കയറി ഇറങ്ങാം. അപ്പോൾ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതല്ലേ ഒന്നാമത്. അപ്പോൾ ആ ചരട് കെട്ടിയിട്ടാണോ 88 പേരെ ജീവനും സ്വത്തിനും ഭീഷണി, അതോ ഇവരൊരു വഴി തന്നെ അടച്ചു വെച്ചേക്കുന്നു? ഒരു ഫയർ വേ ഇല്ല. NOC എന്ന് പറയുന്ന ഇതുവരെ എടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല അവർക്ക്. അപ്പം ഞാനിപ്പോൾ കൊടുത്തപ്പം നിലവിൽ ഒക്കുപ്പൻസി ക്യാൻസൽ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചെയ്തു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പേപ്പേഴ്സ് വർക്കിംഗ് നടക്കുന്നതാണ് എനിക്ക് കോർപ്പറേഷനിൽ നിന്ന് കിട്ടിയൊരു അറിവ്. ഇതിൽ വേറൊരു കാര്യമോട് ഞാൻ പറയാം. അങ്ങനെ ഏറ്റവും ടോപ്പിലുള്ള പോർഷൻ അതിൽ ഒരു ഓപ്പൺ നമുക്ക് പെൻറ്റ് ഹൗസ് ഉണ്ട്. ആ പെൻറ്റ് ഹൗസ് ആക്ച്വലി കോമൺ പെൻറ്റ് ഹൗസ് ആണ്. അത് ഈ 88 ഫാമിലീസിനും കൂടെ ഉപയോഗിക്കാനുള്ള പെൻറ്റ് ഹൗസ് ആണ്. അതിൻ്റെ 2 ഓണേഴ്സ് മോളിൽ ഇരുന്നിട്ട് പറഞ്ഞിരുന്നത് അവരാണ് എല്ലാ വർഷവും അസോസിയേഷൻ ഭരിക്കുന്നത്, മാറിക്കൊടുക്കത്തില്ല. അവര് ബിൽഡറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്നാ പറയുന്നത്. ദാറ്റ് ഈസ് ഇല്ലീഗൽ ബിക്കോസ് ഓപ്പൺ ടെറസ് ഒരിക്കലും സെയിലബിൾ ആക്കാൻ
അതെല്ലാം ഇതിനകത്ത് റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്ത് റിപ്പോർട്ടുണ്ട്. അത് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. ഓപ്പൺ ടെറസ് ഒരിക്കലും വിൽക്കാൻ പറ്റത്തില്ല, അത് തന്നെ ഇല്ലീഗൽ. ഇപ്പം രജിസ്ട്രാറുടെ അടുത്ത് നമ്മൾ പോയാൽ നമ്മൾ 2 പാർട്ടി പോയാൽ രജിസ്റ്റർ ചെയ്ത് തരും, പക്ഷേ ദാറ്റ് ഈസ് ഇല്ലീഗൽ. സത്യം പുറത്ത് കൊണ്ടുവന്നത് വിജിലൻസ് ആണ്. അതിന്റെ പേപ്പർ ഉണ്ടോ? ഉണ്ട്. വിജിലൻസ് വന്ന് കണ്ടുപിടിച്ചപ്പോൾ അത് ഏകദേശം ഒരു 3000-4000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട്. അപ്പോൾ ആ 4000 സ്ക്വയർ ഫീറ്റ് 2 പോർഷനോട് ഇവർ 8 വർഷമായിട്ട് കൈയടക്കി വെച്ചേക്കുക. ടാക്സ് പേയബിൾ അല്ല, പക്ഷേ കോമൺ ടാക്സിൽ പോകും. ഞങ്ങളൊക്കെ MMC 3000 വെച്ച് കൊടുക്കുന്നുണ്ട് മന്ത്ലി. അതിൻ്റെ നിന്നാണ് അത് കട്ട് ചെയ്ത് പോകണം. അത് ഒരു 2 പാർട്ടി കൈയടക്കി വെച്ചേക്കാണ് ആക്ച്വലി. അപ്പോൾ അത് വിജിലൻസ് വന്നപ്പോൾ കണ്ടുപിടിച്ച് പുറത്ത് കൊണ്ടുവന്നു. അപ്പോൾ വിജിലൻസ് പറഞ്ഞപ്പോൾ ആ ഫയൽ മിസ്സിംഗ് ആണ് കോർപ്പറേഷനിൽ നിന്ന്. അപ്പോൾ ആ ഫയൽ കണ്ടെത്തിയാലേ ഇത് കോമൺ പ്രോപ്പർട്ടി ആണ് എന്നുള്ളത് പെർമിറ്റ്. പക്ഷേ ഇത് മറ്റ് കുറച്ച് ഓണേഴ്സിന് ഇവിടെ ഉണ്ട്, റിയൽ ആയിട്ടുള്ള പെർമിറ്റ് കയ്യിലുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കിടപ്പുണ്ട്. അത് കോമൺ പഴയ പ്ലാൻ അടക്കം കൊടുത്തിട്ടുണ്ട്. അതെ CA സ്ഥലക്കച്ചവടം നടത്തി കഴിഞ്ഞപ്പോഴേ അല്ലെങ്കിൽ സെയിലിന് വെച്ച് കഴിഞ്ഞപ്പോഴേ ആ പ്ലാൻ അടക്കം എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും അത് മിക്ക ഓണേഴ്സിനും കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് വന്ന ഓണേഴ്സിനൊക്കെ. അപ്പോൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ 8 years ആയിട്ട് ടാക്സ് കെട്ടാണ്ട് കൈയടക്കി വെച്ചേക്കുക. ആ ടാക്സ് കെട്ടാൻ പറ്റത്തില്ല, ബിക്കോസ് പുറമ്പോക്ക് ഏരിയക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ പബ്ലിക് ആണ്. ഇപ്പൊ ഇരിക്കുന്ന 88 ഓണേഴ്സിന്റെയും അല്ലെങ്കിൽ എത്രയോ 88 ഓണേഴ്സിനെ അവകാശപ്പെട്ടാണ്. അതൊന്ന് നോക്കൂ. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മുൻകാല പ്രാബല്യത്തോടെ പിഴയടക്കം ടാക്സ് കെട്ടണമെന്ന്. ഈ 12th ഫ്ലോറിലുള്ള ഇരുവശത്തേക്കുമുള്ള പെന്റ് ഹൗസ് ഉൾപ്പെടെയുള്ള ടെറസ് ഏരിയയിൽ വ്യക്തത വരുത്തി ആയതിന് ടാക്സ് അസസ്റ്റ് ചെയ്ത് മുൻകാല പ്രാബല്യത്തോടും ഉടമകളിൽ നിന്ന് ടാക്സ് ഈടാക്കി ക്രമവൽക്കരിക്കാനും, അതല്ല എങ്കിൽ ഈ സ്ഥലം കോമൺ ഏരിയയായി പ്രവർത്തനം നടത്തുവാനുള്ള നടപടി സ്വീകരിക്കാനും കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുവാൻ നഗരകാര്യ സെക്രട്ടറിക്ക് ശുപാർശ ചെയ്യാവുന്നതാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം അപ്പാർട്ട്മെൻറ്റിൽ പരിശോധന നടത്തി കെട്ടിടത്തിൻ്റെ ഇരുവശങ്ങളിലും സേനയുടെ വാഹനങ്ങൾക്ക് സഞ്ചരിക്കുന്നതിന് ആവശ്യമായ വീതി ഉള്ളതായി തെറ്റായ റിപ്പോർട്ട് സമർപ്പിച്ചു. ജോലിയിൽ കൃത്യവിലോപം കാണിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് എറണാകുളം ജില്ലാ ഇൻറ്റേണൽ വിജിലൻസ് ആൻഡ് ഇൻറ്റേണൽ വിങ് അംഗങ്ങളായ ശ്രീ റോബു കുര്യാക്കോസ്, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ, പെൻ നമ്പർ 403843, ശ്രീ അജയ്കുമാർ ടി, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ശ്രീ ഹരി ഡി, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, പെൻ 420677 എന്നിവർക്കെതിരെ അന്വേഷണം നടത്തി ഉചിതമായ വകുപ്പ് തല നടപടി സ്വീകരിക്കും. കൂടാതെ കെട്ടിടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ബയോമെട്രിക് ആക്സസ് കൺട്രോൾ സിസ്റ്റത്തിൽ ഉൾപ്പെടെ അഗ്നിരക്ഷാ മാനദണ്ഡങ്ങളിൽ നിഷ്കർഷിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിലവിൽ BCG ഗോൾഡൻ ഓർക്കിഡ് ഫേസ് 2 അപ്പാർട്ട്മെൻറ്റിൽ പാലിക്കപ്പെടുന്നുണ്ടെന്നും ആയവ പ്രവർത്തനക്ഷമമാണെന്നും ഉറപ്പുവരുത്താനും അഗ്നിരക്ഷാ സേനാ തലവന് ശുപാർശ ചെയ്യാവുന്നതാണ്. സവിതയും ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് 2 ജോയിൻറ്റ് ഇൻവെൻറ്ററി ആൻഡ് റെഫറൻസ്. ഇത് ഏറ്റവും വലിയ എവിഡൻസ് ആണ് വിജിലൻസിന്റെ. ബാക്കി എല്ലാവരും വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ഇല്ലീഗൽ, അതായത് ഇവർ ചെയ്യാതെ മാറ്റിവെച്ച കാര്യങ്ങളെല്ലാം ഈ അസോസിയേഷനിൽ ഇരുന്നവർ, അതായത് ഉണ്ട് ഈ കാണുന്ന ഏരിയ, അത് സൺഷെയ്ഡാണ്. ഇത് എൻക്രോച്ച്മെന്റ് നടത്തിയിട്ട് അത് ബാൽക്കണി ആയിട്ട് ഉപയോഗിച്ചു. അത് അപ്പുറത്തെ സൈഡിലാണ്. 8 വർഷമായിട്ട് കയ്യേറ്റം ചെയ്ത് വെച്ചതിന് അത് പൊളിപ്പിക്കണം. ബിക്കോസ് അതിപ്പം പൊളിഞ്ഞ് വീഴാറായേക്കാം. ഞങ്ങളുടെ ജീവിതം എല്ലാം അപകടം. അത് പൊളിഞ്ഞാൽ ബാക്കി ഫ്ലാറ്റുകളെ അഫക്റ്റ് ചെയ്യും. ഒന്ന് താഴെയുള്ളവർ ആർക്കും മരണം സംഭവിക്കാം, എന്തും സംഭവിക്കാം. ഈ പറഞ്ഞ എൻക്രോച്ച്മെന്റും വയലേഷൻ ഒക്കെ നിർത്തി കഴിഞ്ഞാലും നടപ്പാക്കേണ്ട ബാധ്യതയല്ലേ? അത് തന്നെയല്ലേ ചെയ്യേണ്ടത്? നടപ്പാക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല? ഈ ആന്റി ഫേസ് 1-ലാണ് ഇവരിപ്പം പുതിയ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതുണ്ടോ, ഇത് നമ്മുടെ 2 പേരും കൂടെ സെക്യൂരിറ്റി ക്യാബിനാണിത്. ആന്റി ഒന്ന് പറഞ്ഞോളൂ. കഴിഞ്ഞ ആന്റിക്ക് സുഖമില്ല, കുറച്ച് ഒട്ടും സുഖമില്ലാതിരിക്കുക. എന്തായിരുന്നു ഇഷ്യൂ? അപ്പം ഇവിടുത്തെ കോമൺ എമിനിറ്റീസിലൊന്നും ഞങ്ങളോട് കയറാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവരൊരു ഇഞ്ചക്ഷൻ ഓർഡർ തന്നിട്ടുണ്ട്. ആദ്യം ക്ലബ് ഹൗസ് ഞങ്ങൾ 2 കൂട്ടം കൂടെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വർഷങ്ങളായിട്ട്. ഞങ്ങൾ വന്നു കഴിഞ്ഞ് ഒരു 7 വർഷം കഴിഞ്ഞാണ് ഇവർ വരുന്നത്. ഫേസ് 2-കാർ കെട്ടിടം പണിത് വരുന്നത്. ആദ്യം ഞങ്ങളായിരുന്നു. ആന്റിയുടെയൊക്കെ സ്വന്തം ഫ്ലാറ്റാണോ? അതെ. അപ്പോൾ ഫേസ് 1 ഇപ്പം ഞങ്ങൾ ക്ലബ് ഹൗസ് ഓരോ രീതിയിൽ എല്ലാ കാര്യത്തിനും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു അലമാരി അതിനകത്തുണ്ട്. അതിനകത്ത് ഈ ക്ലബ് ഹൗസിനകത്ത് ഒരു ഓഫീസ് റൂമിൽ ഞങ്ങളുടെ അലമാരി വെച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ അസോസിയേഷൻ്റെ സാധനങ്ങളെല്ലാം അതിനകത്താണ് ഇരിക്കുന്നത്. ബുക്കുകളും കാര്യങ്ങളും എല്ലാം. ഇവരൊരു ദിവസം ആ ഓഫീസ് റൂം പൂട്ടി, ആ പൂട്ട് അവർ മാറ്റി വെച്ച് താക്കോൽ ഞങ്ങൾ ചോദിച്ചിട്ട് തരുന്നില്ല. കുറേ കളിപ്പിച്ച് അവരിപ്പം തരാം, പിന്നെ തരാം, നാളെ തരാമെന്നും പറഞ്ഞു. അത് കഴിഞ്ഞൊരു ദിവസം ചോദിച്ചും പറഞ്ഞ് അത് തരാൻ പറ്റുകയില്ല,
അത് ഞങ്ങളുടെ മാത്രം സ്വത്താണ്, നിങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആദ്യം ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ വേറെ പൂട്ടിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ ഞങ്ങളത് പൂട്ടിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവർ പിന്നെ കൊണ്ട് ഇഞ്ചക്ഷൻ ഓർഡർ തന്നു ഞങ്ങൾക്ക്. അവിടെ കയറാൻ പറ്റുകയല്ല എന്നിട്ട് ക്ലബ് ഹൗസ്, സ്വിമ്മിംഗ് പൂള്, പാർക്ക് ഏരിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. കോമൺ അല്ലേ? അത് കോമൺ ആണ്. അത് കോമൺ ഏരിയ ഫേസ് 1-നും 2-നും കൂടെ ഉള്ള കോമൺ പ്രോപ്പർട്ടിയാണ് ആ ക്ലബ് ഹൗസ് എന്ന് പറയുന്നത്. അതിപ്പോഴും ഇവർക്കും നമുക്ക് രണ്ടു കൂട്ടർക്കും രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടില്ല അല്ലേ? അങ്ങനെയാണ് നമ്മുടെ അറിവ്. കിട്ടിയിട്ടില്ല. എന്നിട്ട് ഫേസ് 2-ലെ അസോസിയേഷൻ പോയിട്ട് ഇഞ്ചക്ഷൻ ഓർഡർ എടുത്തു അല്ലേ, നിങ്ങൾ ഇവർക്ക് ഫേസ് 1-ന് അവിടെ കയറാൻ പാടില്ല, ആൻഡ് സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഞങ്ങൾ 8 വർഷം അല്ലേ 6 വർഷമായി മിനിമം സ്വിമ്മിംഗ് പൂൾ ഉപയോഗിച്ചിട്ട്. അവിടെ കൊതുകിനെ വളർത്ത കേന്ദ്രമാണ്, കൊതുക് വളർത്ത കേന്ദ്രമാണ്. അതിന് ആർക്കും ഒരു കോർപ്പറേഷൻ ഇവിടെ വന്ന് ഫൈൻ അടിക്കുന്ന ഒന്നുമില്ല. അത് ഈ ഓണറുടെ പേരിലാണ് കിടക്കുന്നത് അല്ലേ, ഈ ബിൽഡറുടെ പേരിലാണ് അത് കിടക്കുന്നത്. ഇപ്പോഴും രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഇവർക്ക് ഈ ഫേസ് 2-കാർ 1-നെതിരെ കേസ് കൊടുത്തു. അത് വെറുതെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു തന്ത്രമായിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ വക്കീൽ ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഈ ഫ്ലാറ്റിൻ്റെ ഈ ഒരു 7 പാർക്കിംഗ് പൊളിക്കാൻ പറഞ്ഞേക്കുന്നത് ഫയർ വേ ആണ്. അപ്പോൾ ഇത് പൊളിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞ് അവർക്കൊരു റെക്കോർഡ് ഉണ്ടാക്കി. ഫേസ് 1-നുമായിട്ട് ഡിസ്പ്യൂട്ട് ഉണ്ട്, സോ അത് തീരുന്നവരെ ഇത് പൊളിക്കാൻ പറ്റത്തില്ല. ഇത് പൊളിച്ചാലേ ആ ഡിസ്പ്യൂട്ട് മാറി സ്ഥലം ഏറ്റെടുത്ത് അവിടേക്ക് ഇത് മാറ്റാൻ പറ്റുള്ളൂ. അല്ല, ഇപ്പൊ പറഞ്ഞു വരുമ്പോ ശരിക്കും ഡൽഹിയിലെ നോയിഡയില് ടിൻ ടവർ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് പൊളിച്ചു എന്ന് പറഞ്ഞ പോലത്തെ സാഹചര്യത്തിലേക്ക് വരുമല്ലോ ഇതിപ്പോ പറഞ്ഞു വരുമ്പോ. അങ്ങനെ ഞങ്ങളോട് പറയാതെയാണ് അവർ ഈ സെക്യൂരിറ്റി ക്യാബിൻ പണിയാൻ തുടങ്ങിയത്. അപ്പം ഞങ്ങൾ വന്ന് ചോദ്യം ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളോട് പറയാതെ പണിത് എന്തിനാ, കാരണം ഞങ്ങളും കൂടി ഷെയർ ആണ്. നമ്മൾ രണ്ടു കൂട്ടരും ഷെയർ ഇട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നതും സെക്യൂരിറ്റിന്റെ പൈസ കൊടുക്കുന്നതും. അപ്പോൾ ഒരാൾ മാത്രം അതിൽ അധികാരം കൈകടത്തുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞങ്ങൾ വന്ന് പറഞ്ഞു പണി നിർത്തിയൊക്കെ ഞങ്ങളോട് ചോദിക്കാതെ ഇത് എന്തിനാ ചെയ്തത്. അപ്പം നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, ഇത് ഞങ്ങളുടെ സ്വത്താണ്, ഇത് ഞങ്ങളുടെ വഴിയാണ് എന്നാണ് പറഞ്ഞത്. ഇതിപ്പോ അസോസിയേഷനാണ് പൂർണ്ണ ചുമതല ഫുള്ളായിട്ട്. ഇതിനകത്ത് താമസിക്കുന്ന ഓണർമാരെ എല്ലാവരും കൂടി തെരഞ്ഞെടുത്തിട്ടാണ് അസോസിയേഷൻ ഉണ്ടാക്കുന്നത്. അല്ല, ഇവിടെ അങ്ങനെ ഒരു രീതിയില്ല. അതാണ് നമ്പർ 1 വയലേഷൻ. ഇവിടെ ആസ് പെർ ബൈലോ റൂൾ അനുസരിച്ചിട്ട് ഇലക്ഷൻ വെച്ച് ഒരു ഇലക്ഷൻ പ്രിസൈഡിങ് ഓഫീസറെ കൊണ്ടുവന്ന് ഇലക്ഷൻ നടത്തിയിട്ട് വേണം അസോസിയേഷൻ ഫോം ചെയ്യാൻ. ഇവിടെ ഇന്ന് വരെ അത് നടന്നിട്ടില്ല. ഇവിടെ ഗുണ്ടായിസമാണ്. ഇവരുടെ ആൾക്കാർ ഇപ്പോൾ അവരെല്ലാം ഭാര്യമാരെ എടുത്ത് വെച്ചിരിക്കുന്നത്. ബിക്കോസ് ഈ കേസുകളും കംപ്ലൈൻറ്റും ഒക്കെ വന്നപ്പോൾ അവർ ലേഡീസിനെ ഇറക്കി. അപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഞാൻ ലേഡിയാണല്ലോ, അപ്പോൾ അവർ ലേഡീസിനെ ഇറക്കിയിട്ട് കാര്യം കാണാനായിട്ട് ഇവരെ പേടിപ്പിക്കുന്നു, നമ്മളെ പേടിപ്പിക്കുന്നു. മൊത്തത്തിൽ കള്ള കംപ്ലൈൻറ്റും മാസ് പെറ്റീഷനും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ ഉടനെ ഇവരൊരു ഓടി നടന്ന് മാസ് പെറ്റീഷൻ ഉണ്ടാക്കും. ഇവരുടെ കൂട്ടുകാരെ മക്കളെല്ലാവരെയും പിടിച്ചിട്ട് മാസ് പെറ്റീഷൻ. കഴിഞ്ഞ ആഴ്ച ഇവിടെ എനിക്കെതിരെ വലിയൊരു സംഭവം ഉണ്ടായി. ഇവർ കമ്മീഷണർക്കും DGPക്കും മുഖ്യമന്ത്രിക്കും എല്ലാം അയച്ചു. ഞാൻ അനുപമ ഇവിടെ ബേസ്ലെസ് അലിഗേഷൻ വെച്ചിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഇവിടെ വിജിലൻസും കോർപ്പറേഷൻ അധികാരികളും പൊല്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും കയറി ഇറങ്ങുന്നു. സ്വൈര്യ ജീവിതം കെടുത്തുന്നു, ഇവിടെ ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. ആക്ച്വലി ഞാൻ എന്താ ചെയ്തത്, ഈ 88 പേരുടെയും വാല്യൂ ഉണ്ടാക്കി കൊടുത്തതല്ലേ ഫ്ലാറ്റിന് അല്ലേ? ഒരു ഫയർ NOC കിട്ടിയില്ല, ഇവർ മുടക്കിയതിന് 1 രൂപ കിട്ടുമോ ഇവർക്ക്? ആ സത്യം എന്തുകൊണ്ട് ആരും മനസ്സിലാക്കുന്നില്ല. എന്നിട്ട് DCP ശശിധരൻ സാറ് ഡയറക്റ്റ് വിളിച്ച് നമ്മുടെ സെലീന മാഡത്തിന് വനിതാ സെല്ലിൽ ഇവിടെ വന്നപ്പം ഞാൻ ഈ ഓരോ ഡോക്യുമെൻ്റായിട്ട് കാണിച്ചു കൊടുത്തു. മാഡം ഇത് വായിക്കൂ. അപ്പോൾ 12ാമത്തെ ഫ്ലോറിൽ അനുപമ കംപ്ലയിൻറ്റ് കൊടുക്കും. ഞാൻ പറഞ്ഞു മാഡം അത് ഇല്ലീഗലാണ്, ടാക്സ് അടയ്ക്കാണ്ട് കൈയടക്കി വെച്ചതാ, നോക്കൂ. കണ്ടു. അവർ നോക്കുമ്പോൾ അവർക്കൊന്നും പറയാനില്ല. അപ്പോൾ എൻ്റെ അടുത്ത് നോക്കി ഇത്രയും ഡോക്യുമെൻ്റ് ഇരുന്നിട്ടാണ് ഇവർ ഈ കള്ളപ്പരാതികൾ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. ഏറ്റവും ഒടുവിൽ എന്നിട്ട് മാഡം റിപ്പോർട്ട് കൊടുത്തു ശശി സാറിന് റിപ്പോർട്ട് കൊടുത്തു. ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ഇത് അനുപമ കൊടുത്ത പരാതികളെല്ലാം സത്യമാണ്, അതിന് രേഖകൾ കണ്ടു ബോധ്യപ്പെട്ടു എന്ന് കൊടുത്തു. ഞാനത് RTI വെച്ചെടുക്കുകയും ചെയ്തു. വീണ്ടും കഴിഞ്ഞ ഒരാഴ്ച എൻ്റെ ഹസ്ബൻഡ് എമർജൻസി ആയിട്ട് മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടി വന്ന് ഇവിടെ ലാൻഡ് ചെയ്തില്ല. ഓൺ ദ സ്പോട്ടിൽ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കോള് വരിക, ACP ഓഫീസിൽ നിന്നൊക്കെ. ഹസ്ബൻഡ് ഉടനെ അവിടെ ഹാജരാകണം, എന്നാ അസോസിയേഷൻകാർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന്. ഞാൻ ചോദിച്ചാൽ എന്താ കംപ്ലയിൻറ്റ്? അല്ല അത് ഹസ്ബൻഡ് വന്നുകൊണ്ട് അവർക്ക് പേടിയെന്ന്. എന്ത് പേടി? എനിക്ക് ഏറ്റവും വിഷമം വന്ന, അല്ലെങ്കിൽ നമുക്ക് എല്ലാവരുടെ അടുത്തും ഒരു എന്താ പറയുക, ഞാൻ ഒരു വിഷയം ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ ACP രാജ്കുമാർ സാറ്, നമ്മുടെ എറണാകുളം ACP രാജ്കുമാർ സാറ് ഇതേപോലെ വിളിപ്പിച്ചപ്പോൾ ഞങ്ങൾ ഒരു ആഫ്റ്റർനൂണ് ഞാനും ഹസ്ബൻഡ് അതിന് മുന്നേ ഇവിടുത്തെ ഒരു പരാതി മേലെ മൊഴിയെടുത്തു, നമ്മൾ മാറി നിന്നു. അതിന് ശേഷം അന്ന് ന്യൂ ഇയറിൻ്റെ തിരക്കും എല്ലാം ഉണ്ട്. എന്നിട്ടും ഒരു ACP അത്രയും ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഞങ്ങളെ വിളിച്ച്, ഇവിടുത്തെ 3 ലേഡീസ്. അപ്പോൾ അവർ വന്ന് ഇരുന്നിട്ട്
ഈ ACP രാജ്കുമാർ സാറ് പറയുക ഞങ്ങളുടെ അടുത്ത്, ഞാൻ ഹസ്ബൻഡും ഉണ്ട്, ഞങ്ങളുടെ അടുത്ത് പറയുക ഈ സാധനം കോംപ്രമൈസ് ആക്കണം എന്ന്. ടു ബി ഫ്രാങ്ക്, എനിക്ക് ആ ഒരു റെസ്പെക്റ്റ് തന്നെ പോയെന്ന് ഞാൻ പറയും. അപ്പോൾ ഒരു ACP അങ്ങനെ പറയാൻ പാടുണ്ടോ? കോംപ്രമൈസ് എന്നിട്ട് ഇനിയും വിളിപ്പിക്കുമെന്ന്. എന്നിട്ട് ഞങ്ങൾക്കൊരു ഡേറ്റ്, നമ്മുടെ കൺവീനിയൻറ്റ് ഡേറ്റിൽ ഇവർക്കൊപ്പം ഇരിക്കണമെന്ന് ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാതെ. അതായത് ഇവർ കള്ളക്കേസ് 2 എണ്ണം കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാലും അതിലൊരു കേസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ കേസൊക്കെ അവിടെ നിന്നോട്ടെ, സാർ പറഞ്ഞു കേസൊക്കെ അവിടെ നിന്നോട്ടെ, ഈ കംപ്ലയിൻസിനെല്ലാം ഒരു പരിഹാരം, ഒരു കോംപ്രമൈസ്. എന്നിട്ട് പറയുകയാണ് ഒരു വീട്ടിലെ ഒരു ACP പറയുന്ന ഒരു, എനിക്കത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ്, ബിക്കോസ് നമ്മളൊക്കെ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പുള്ളിക്കാരൻ പറയുകയാണ് ഒരു വീട്ടിലെ ഏൺ ചെയ്യുന്നത് ഹസ്ബൻഡ് അല്ലേ, ഓക്കെ, ആം ഹൗസ് വൈഫ്. അപ്പോൾ ആ ആളല്ലേ നാഥൻ, റേഷൻ കാർഡിൽ നാഥനാണല്ലോ, കുടുംബനാഥനാണല്ലോ, അദ്ദേഹം അല്ലേ ഏൺ ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം തീരുമാനിക്കണം എന്ന്. ഏത് ഞാൻ ഐ എം എൻ ഇൻഡിവിജ്വൽ വുമൻ, റൈറ്റ്? ഞാൻ 39 റണ്ണിങ് ആണ്, ഞാൻ ഒരു കൊച്ചു കുട്ടിയൊന്നുമല്ല, ഞാൻ ഇൻഡിവിജ്വലാണ്. ഞാൻ കൊടുത്ത കംപ്ലയിൻസ് എന്നെ പോലെ മറ്റ് 2 ഓണേഴ്സും കൊടുത്തിട്ടുണ്ട്. അവരെ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്ത് ഇൻട്രസ്റ്റ് അല്ലേ, ആരുടെ സ്വാധീനം കൊണ്ടാണ് രാജ്കുമാർ സാർ ACP വിളിച്ചിട്ട് ഇതിന് കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞ്, ഇത് ഇത്രയും ഞാൻ എല്ലാവരും ജീവൻ രക്ഷിക്കാനാണ് ഞാൻ ഒറ്റ ഒരാൾ ഏറ്റെടുത്തേക്കണം. ഇത്രയും കാര്യം, ഇത്രയും ഓണേഴ്സ് പലർക്കും മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വന്ന് സംസാരിച്ചത് ടേക്കപ്പ് ചെയ്ത് ഇത്രയും എടുത്ത് നിൽക്കുകയാണ്. എൻ്റെ അടുത്ത് പറയുകയാണ് ഹസ്സിനെ വെച്ചിട്ട്, ഹസ് വന്നപ്പോഴത്തേക്കും നമുക്ക് സമാധാനം തരുന്നില്ല. ഒരു ദിവസം നമുക്ക് അത്രയും മൊത്തം ഡേറ്റും ബ്ലോക്ക് ചെയ്ത് അത്രയും മെഡിക്കൽ എമർജൻസീസ് ഉണ്ടായിരുന്നു, ഓരോ അപ്പോയിൻമെൻറ്റും ഡോക്ടറെ കാണും എല്ലാം ഉണ്ട് പാരൻസിനും എല്ലാവർക്കും വേണ്ടി. അത് നടത്താൻ വരാണ്ട് ഞങ്ങൾക്ക് തുടരെ ഇപ്പോൾ ഹാജരാവണം, പിന്നെ ഹാജരാവണം, ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക. എന്താ റീസൺ? ഇത് കോംപ്രമൈസ് ആണെന്ന് ആ ACPക്ക് ഒരു 3 വർഷമായിട്ട് ഒരു സ്ത്രീ ഒറ്റക്കിട്ടിട്ട് മാനസികമായിട്ട് ഇവിടെ ഒറ്റപ്പെടുത്തിയേക്കുക. അതിന് ACPക്ക് ആൻസർ ഇല്ല. അപ്പം നിങ്ങൾ ACPക്ക് ഇതിൻ്റെ പരാതിയൊക്കെ കൊടുത്തോ? ഞാനിപ്പം നിലവിൽ DGPക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ചീഫ് സെക്രട്ടറിക്ക് ഞാൻ ഇത്, ബിക്കോസ് എനിക്കത് ഒരിക്കലും പൊറുക്കാൻ, ബിക്കോസ് ഒരു സ്ത്രീയെ താഴ്ത്തിക്കെട്ടുക മീൻസ് ഒരു സമൂഹത്തിൽ നമ്മൾ ഈക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു ടൈം, ഈക്വാലിറ്റി ആണല്ലോ. അപ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ല. ഞാൻ അപ്പം തന്നെ സാറിനെ തിരുത്തി. ഞാൻ പറഞ്ഞു സാർ, റേഷൻ കാർഡിൽ നാഥനല്ല, നാഥയാണല്ലോ, റേഷൻ കാർഡിൽ നാഥയാണ്. അപ്പോൾ ഒരു വരുമാനം വരുന്ന അനുസരിച്ച് പുരുഷ മേധാവിത്വമാണോ ആ വീട്ടിലെല്ലാവരും? ആണോ? സ്ത്രീകൾക്ക് സ്ഥാനമില്ലേ? ഇത് ഞാൻ ഇൻഡിവിജ്വലാണ്, ഞാനും ഒരു ഓണറാണ്. ഞാൻ കൊടുത്ത കംപ്ലയിൻറ്റിന് അബ്രോഡ് കിടക്കുന്ന ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഇരുന്ന് വിളിച്ച് വരുത്തിയിട്ട് മാനസികമായിട്ട് ഞങ്ങളെല്ലാം കൂടി ഇരുന്നിട്ട് ഹരാസ്മെൻറ്റ് ചെയ്യണോ? ദാറ്റ്സ് റോങ്. എൻ്റെ പപ്പ 48 വർഷം പാർട്ടിക്ക് വേണ്ടി മരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ പപ്പ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു സഖാവാണ്. ആ സഖാവിൻ്റെ മോളാണ് ഞാൻ. എനിക്കൊരാളെയും ചതിക്കാനോ അല്ലെ കള്ളം പറഞ്ഞിട്ടോ അല്ല ഇതില്ല. പക്ഷേ എൻ്റെ മുന്നിൽ അനീതി കണ്ടിട്ട് പിന്നെ നമുക്ക് കണ്ണടച്ച് പോകാൻ പറ്റില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് കണ്ടിന്യൂസ് മെയിൽ അയക്കുന്നു ഇവിടുത്തെ സെക്രട്ടറി. ഇത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ അവരുടെ റിപ്പോർട്ട്, ഇത് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോൻ്റെ റിപ്പോർട്ട്. ഇങ്ങനെയാണെങ്കിൽ കൊച്ചി സിറ്റിയുടെ അകത്തിരിക്കുന്ന ഇതുപോലെയുള്ള ഫ്ലാറ്റുകൾ പലതും അനധികൃതമാണ്. തൊട്ടപ്പുറത്ത് റീകൾ, അങ്ങനെ നിരവധിയുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൃത്യമായ നടപടി സ്വീകരിക്കും. അല്ലെങ്കിൽ ഈ പ്രവൃത്തിക്ക് നടപടിക്ക് ശുപാർശ ചെയ്തിട്ടും നടപടിയെടുക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പേപ്പറുകളെല്ലാം വെച്ച് ഞാൻ തുടർ നടപടികൾക്ക് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.